ഹെൽമെറ്റ് ഹലോ. ഇന്നലെ സുധ ചേച്ചി വിളിച്ചിട്ടുണ്ടായേ, പക്ഷെ അവരുടെ നമ്പർ ഏതാന്ന് മനസ്സിലാവണില്ല. ഏത് സുധ? പാലത്തിന്റെ അവിടെയുള്ള ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. ചേച്ചിക്കാ തയ്ക്കാൻ ഒരു ലോഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കും, അത് തയ്ക്കുന്നില്ല. എന്നിട്ട് ഇനി ജോലി തുള്ളണോ? ഞാനൊരു ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേറെ മിഷൻ മേടിക്കും. അതിനെന്തോ നിസ്സാര പ്രശ്നമുള്ള, അത് നന്നാക്കുന്നില്ല. കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എന്താണ്? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിൽ കിടന്ന് വഴക്ക് കൂടും. ഞങ്ങൾ സ്നേഹിക്കും. ഞങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങൾ വഴക്ക് കൂടുന്ന തടസ്സമായിട്ട് വരികയോ അതിന് വന്ന് വർത്താനം പറയാൻ വേണ്ടി നിൽക്കരുതേ. നിന്നാൽ ഇതെന്തോ പറയുന്നത്? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയ്ക്ക് വന്നോ? പിന്നെ വരാത്തോണ്ടാണ് ഞാൻ പരാതിയായിട്ട് ഇവിടെ സാറിനേക്കിലോട്ട് വന്നത്. ഞങ്ങൾ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ വന്നില്ലേ ഇവിടെ? ഇവിടെ എത്തി ഞങ്ങളുടെ മുറ്റത്തൂടെ പോയപ്പോഴല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ വഴക്കണം. നിങ്ങൾ ഇവിടെ എത്തി നോക്കുന്നതിനാ? ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള വഴക്ക് അതിനകത്ത് ഒതുങ്ങിയാൽ പുറത്ത് ആരും ഇടപെടില്ല. അത് പുറത്തേക്ക് പരക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ഇടപെടേണ്ടി വരുന്നത്. പോലീസ് ഭാഷ, ഭീഷണി. ഒന്ന് കൂട്ടിക്കോ. അത് തമ്പിയോട് വേണ്ട. കൈയ്യട്. എടുത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. തമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ സ്വഭാവം സാറൊന്നും ശരിക്കറിയത്തില്ല. ഞാനൊരു മുള്ള കുത്തിയാൽ നിങ്ങൾക്ക് നോക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായേ? അപ്പൊ തമ്പിഴേക്ക് എങ്ങനെ വേല കിടക്കൊന്നും വേണ്ട. നിങ്ങളുടെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ഇവിടെ എടുത്തണം. ചെല്ല് തമ്പി ചേട്ടാ, കേട്ടോ? എന്റെ പെണ്ണെ വിളിക്ക, കുശു പറയാ, കള്ളത്തരം പറഞ്ഞ നുണ പറയുക. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം. കള്ളും ഞാൻ കാശ് കൊടുത്താ കള്ളു കുടിച്ച, അല്ല നിങ്ങൾക്ക് നേരെ വീട്ടിലോട്ട് പോ. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയത് ഇന്ന് പ്രസംഗം പറഞ്ഞ എങ്ങനെ സഹിക്കുന്നു എന്റെ അമ്മ. പരാതി സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയില്ലെങ്കിൽ നേരം വെളുക്കുമ്പോ തന്നെ കള്ളം കുടിച്ചു. എന്താ അല്ലേ? നീ മിണ്ടണ്ട. അവനവന്റെ കാര്യം നോക്കി റെഡി. നിന്റെ അടുത്തും കൂടെ ഇങ്ങനൊരു സാധനം നമ്മളെ അറിയാൻ പാടുള്ളൂ. ക്ലീറ്റോനെ വിളിക്കാടി.